ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അത് എൻ്റെ ഫിഷ് കട്ട്ലറ്റ് എണ്ണയിൽ ഇങ്ങനെ നല്ല ബ്രൗൺ കളറിൽ മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കട്ട്ലറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഫിഷ് കട്ട്ലറ്റിന് ഞാനിപ്പോൾ ഇവിടെ ഫിഷ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പിന്നെ ഇപ്പോഴത്തെ അടുപ്പത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വേണം നമുക്ക് ഫിഷ് കട്ട്ലറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫിഷ് കട്ട്ലറ്റിൻ്റെ ആ മിക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ സവോള, ചെറുതായിട്ട് ഒരു സവോള, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, പിന്നെ നല്ല ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. നമ്മൾ മീൻ വേവിച്ച് ആ മുള്ളൊക്കെ കളഞ്ഞ് റെഡിയാക്കി ഒന്ന് കൈകൊണ്ട് ഞെരടി വെച്ച് ഞാൻ അങ്ങനെ പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്കതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. ആ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ ഗരം മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫിഷും വേവിച്ച് കൈകൊണ്ട് ഇങ്ങനെ അത് മിക്സിയിലൊന്നും ഇടണ്ട, ജസ്റ്റ് കൈകൊണ്ട് തന്നെ സോഫ്റ്റ് ആക്കിയാൽ മതി. ആ ഫിഷ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ആ ബോയിൽ ചെയ്ത പൊട്ടറ്റോയും കൂടെ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡിയായി. ഇനി ഞാൻ ഇതിനകത്തോട്ട് ആ ബോയിൽ ചെയ്ത് വെച്ച ഒരു പൊട്ടറ്റോയും കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കത് പാറ്റീസ് പോലെ കട്ട്ലറ്റ് പാറ്റീസ് ഉണ്ടാക്കിയിട്ട് മുട്ടയിലും റൊട്ടിപ്പൊടിയിലും മുക്കി വേണം അതിനെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ആദ്യം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് ആറാൻ വെക്കണം. ആറി കഴിഞ്ഞിട്ട് നമുക്ക് പാറ്റീസ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട്ലറ്റിൻ്റെ മിക്സ് റെഡിയായി. ഇനി ഇതൊന്ന് അടുപ്പത്തൊന്ന് മാറ്റിയിട്ട് ആറാൻ വെക്കാൻ പോകും. ഇപ്പം ആ മിക്സൊക്കെ ഞാൻ പാറ്റീസാക്കി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുട്ടയിലും മുക്കി റൊട്ടിപ്പൊടിയിലും മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ആ പാറ്റീസ് ഓരോന്നും എടുത്തിട്ട് നമ്മൾ ആദ്യം മുട്ടയിൽ മുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്ത് മുക്കുക. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഞാനിതൊരു ടിപ്പ് പോലെ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ മുട്ടയുടെ ഉണ്ണിയും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ എഗ് വൈറ്റ് മാത്രം എടുത്താൽ ഈ നമ്മൾ വറക്കുമ്പം ആ വെളിച്ചെണ്ണ ഇങ്ങനെ പതഞ്ഞ് വരത്തില്ല. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പതഞ്ഞ് മുട്ടയുടെ ഉണ്ണി ചേർക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്താലാണ് നല്ലത്. ഇനിയിപ്പോൾ ഇത് ഞാനെല്ലാം ഇതുപോലെ മുട്ടയിലും മുക്കി റൊട്ടിപ്പൊടിയിലും മുക്കി റെഡിയാക്കി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ നമ്മുടെ ഫിഷ് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു സാലഡും കൂടെ ആയിട്ട് നമുക്കതിനെ സെർവ് ചെയ്ത് എടുക്കാം. എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണം. നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് എനിക്ക് എല്ലാ സപ്പോർട്ടും തരണം. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് ആ ചൂടായ എണ്ണയിലോട്ട് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നല്ല മുരിച്ച് നല്ല ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പേസ് വേണം. നമ്മൾ ഇങ്ങനെ തിക്കായിട്ട് ഇട്ട് കൊടുക്കരുത്. അതിനൊന്ന് കുക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കണം. ഇനി നല്ല ബ്രൗൺ ആയിട്ട് നമുക്കതിനെ അടുപ്പത്തുനിന്ന് എണ്ണയിൽ നിന്ന് എടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് കട്ട്ലറ്റൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ടിഷ്യൂ ഇട്ടിട്ട് അതിനകത്തോട്ട് ഇത് മാറ്റാൻ പോകാം. കണ്ടോ, നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ എളുപ്പത്തിൽ ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്നുള്ളത്. വളരെ എളുപ്പമാണ്. പിന്നെ ഇത് നമുക്ക് ചെമ്മീൻ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം, ഇതുപോലെ തന്നെ. ബാക്കി പ്രോസസ്സൊക്കെ സെയിം ആണ്. മീറ്റ് മാത്രം നമ്മൾ വ്യത്യാസം എടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത സെറ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകാം. അടുത്ത സെറ്റ് കട്ട്ലറ്റിനെയും നമുക്ക് നല്ല മൊരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ ആക്കിയിട്ട് നമുക്കതിനെ സെർവ് ചെയ്യാം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു സാലഡും കൂടെ എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, കുറച്ച് സവോളയും ക്യാരറ്റും പച്ചമുളകും. അതിനകത്തോട്ട് കുറച്ച് വിനീഗറും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി.